ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 89 ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വന്നതാണ് ഗൈസ്. അതിനു മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത്ര ദിവസമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊന്നും കൊണ്ടുമല്ല, ഞാൻ ഇച്ചിരി ഹോസ്പിറ്റലൈസ്ഡും അതുപോലെ തന്നെ കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് എപ്പിസോഡ് കാണാൻ പറ്റുന്നുണ്ടായി, പക്ഷേ എനിക്കതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോഴും ഞാൻ റെസ്റ്റിലൊക്കെ തന്നെയാണ്, എങ്കിലും എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം. ഓൾറെഡി കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ബിഗ് ബാങ് വീക്കാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മുൻപുള്ള സീസണുകളെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കുറേ മാറ്റങ്ങൾ ഈ പ്രാവശ്യത്തെ പണപ്പെട്ടി വീക്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബാങ് വീക്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നെവിൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും പല ടാസ്കുകളിലൂടെ ഒക്കെ ആയിട്ട് എല്ലാവർക്കും തന്നെ ക്യാഷൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന അനീഷിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലിലിരിക്കുന്ന സമയത്താണ് പ്രപ്പോസ് ചെയ്യുന്നത്. അനുമോളോട് കല്യാണം കഴിച്ചാലോ എന്നുള്ള രീതിയിൽ അനീഷ് ചോദിച്ചപ്പോൾ തന്നെ അനുമോൾ പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ശേഷം അനുമോളുടെ കരിയറിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഹൗസ് ലോണിൻ്റെ അടയ്ക്കാനുള്ള കാര്യങ്ങളും ഏകദേശം 2 വർഷത്തിനുള്ളിൽ കല്യാണം നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേട്ടേം പാടിനെ അനീഷ് പിന്നെ അവിടെ മോന്തയും കറുപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നതാണ് പിന്നെ കാണാൻ പറ്റിയത്. അനുമോളുടേതായ പ്രാരാബ്ദങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനകത്ത് നിന്ന് നൈസായിട്ട് ഒഴിവാകുന്ന രീതിയിലാണ് പറഞ്ഞത്. അത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് അപ്പം തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അനുമോളോട് മിണ്ടുന്നില്ല, ആരോടും ഒരു മിണ്ടാട്ടോ ഇല്ലാത്ത രീതിയിൽ മുഖവും കയറ്റി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നെ അങ്ങോട്ട് അനീഷിനെ കാണാൻ പറ്റിയത്. ഈ അവസാന സമയമായപ്പോൾ ലവ് ട്രാക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ, അതൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എന്തൊക്കെയായാലും അനുമോൾ ഈ ഒരു കാര്യം അപ്പം തന്നെ ആദിലയോട് ചെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഒരാൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മുഖം വീർപ്പിച്ച് പോകേണ്ട ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ മോന്തയും വീർപ്പിച്ച് ഒരാളോട് മിണ്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ ഇത്രയും നാളാണെങ്കിലും കളിക്കുന്നതും പറക്കുന്നതും ഒക്കെ കാണുമ്പോഴും തമാശ പോലെ എന്നുള്ള രീതിയിൽ വിട്ടുകളഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അനീഷ്. ആ ആള് പെട്ടെന്ന് എന്താ ഇങ്ങനെയായേ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ആള് സീരിയസ് ആയിട്ട് എടുത്തു എന്നാണ് ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അത്രയ്ക്കും ദേഷ്യം കയറ്റി പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ അനുമോള് ഫ്ലൈങ് കിസ് കൊടുക്കുന്നു, ഇച്ചായ അച്ചായ എന്നൊക്കെ വിളിക്കുന്ന അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ ഇതെല്ലാം തമാശയായിട്ട് എടുത്തൊരു വ്യക്തി പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അതിന് നോ ഡയറക്റ്റ് അനുമോള് പറഞ്ഞിട്ടില്ല, എങ്കിലും അനുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി പോകാൻ എന്നുള്ള രീതിയിലാണ് നോക്കിയത്. അതത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോ പറയാനുള്ള അധികാരം ആർക്കും ഉണ്ടല്ലോ. ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ മോന്ത കയറ്റിപ്പിടിച്ച് നടക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പാട്ടാ ഗേൾസ് ഒന്നിച്ചിട്ടുണ്ട്, അത് വലിയ കാര്യം. അതിൻ്റെയൊക്കെ ഇടയിൽ മുട്ടയ്ക്ക് വേണ്ടി പ്രശ്നം. സാബുമാൻ്റെ മുട്ട ആരാണ്ട് എടുത്തുകൊണ്ട് പോയിന്ന്. എൻ്റെ മുട്ട എടുത്തുകൊണ്ട് പോയവരാരായാലും അവരൊരിക്കലും ഗെയിം ജയിക്കല്ലേ, അവർ നശിച്ചു പോണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാക്ക് വേറെ. എന്തൊക്കെയാണ് ഈ കൊച്ചു ബിഗ് ബോസിൽ നടക്കുന്നത്? അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇനി ബിഗ് ബോസ് ഹൗസിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസിൻ്റെ ബേസിൽ മികച്ചു നിന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾ ഒഴികെ ബാക്കി എല്ലാവരും നെവിൻ്റെ പേരാണ് പറഞ്ഞത്. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ പണപ്പെട്ടി ടാസ്കിൻ്റെ ആ സമയത്ത് നമ്മുടെ നെവിനൊരു പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് കൊണ്ടിട്ട് ആ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ആ ഒരു കാരണം കൊണ്ടാണ് എല്ലാവരും തന്നെ നെവിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി സെലക്ട് ചെയ്ത് വിട്ടത്. നെവിന് സമ്മാനമായിട്ട് ബിരിയാണിയായിരുന്നു ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീസണിലെ അവസാനത്തെ ജയിൽ നോമിനേഷൻ ടാസ്ക് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഹൗസിലുള്ളവർ കൂടുതൽ പേരും തിരഞ്ഞെടുത്തത് നൂറേനെയും സാബുമാനെ ആയിരുന്നു. പക്ഷേ ബിഗ് ബോസ് അവർക്ക് വേറെ ജയിൽ ടാസ്കുകളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നൂറയുടെയും സാബുമാൻ്റെയും ജയിൽ ടാസ്കിന് ശേഷം ബിഗ് ബോസിൻ്റെ തന്നെ ക്രൂ മെമ്പേഴ്സിൽ ഒരാൾ വന്നിട്ടാണ് ജയിൽ പൂട്ടി കീയും കൊണ്ട് പോവുകയും ചെയ്തു.
അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് അനീഷിൻ്റെ വായിൽ നിന്ന് കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആദിലെ നൂറയൊക്കെ കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അനീഷ് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലായിരുന്നു അവർക്കുള്ള മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അനുമോൾ അക്ബറിനോട് ഹൗസിൽ വെച്ചുണ്ടായിട്ടുള്ള ഇൻസിഡൻസിൽ ഏതെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ബിഗ് ബോസ് സീസൺ 7 തീരാൻ വേണ്ടി ആകെ 9 ദിവസം കൂടി അവശേഷിക്കുന്നുള്ളൂ. ഇന്നത്തെ പ്രൊപ്പോസൽ സീനിൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് തെറ്റ് തോന്നിയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അനുമോളുടെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന സമയങ്ങളുണ്ടായിരുന്നല്ലോ. ഐ മീൻ ആ ഒരു എന്താ പറയുക, അവർ തമാശ രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് അനീഷ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അനീഷ് ഇങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക സീരിയസ് ആയിട്ട് കണ്ടുപോവാണെന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അനീഷ് അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത് എന്നുള്ളത് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിപ്പോയി. ഇനി അത് ആളുടെ ലവ് ട്രാക്കാണോ അല്ലാത്ത വേറെ എന്തെങ്കിലും ട്രാക്കാണോ അതോ ഇനി സ്ട്രാറ്റജി ആണോ എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. ഇനി ആകെപ്പാടെ 9 ദിവസം നിലനിൽക്കുന്നുള്ളൂ. ഈ ഒരു അവസാന നിമിഷത്തിൽ ലവ് ട്രാക്കൊക്കെ പിടിച്ച് അവസാനമായപ്പോൾ വെറുതെ നെഗറ്റീവ് വാങ്ങാൻ നടക്കാതിരുന്നാൽ അനീഷിനും കൊള്ളാം, അനുമോൾക്കും കൊള്ളാം. ഈ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, നോക്കിയും കണ്ടും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കാൻ നോക്കുക. അപ്പോൾ മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വീഡിയോയുമായി വീണ്ടും കാണാം.